പാർക്കിൻസൺ 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 എന്ന രോഗത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? ലോകമെങ്ങും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന നാഡീവ്യൂഹ രോഗമാണ് പാർക്കിൻസൺ. രോഗിയുടെ സംസാരം, ബാലൻസ്, ധാരണാശേഷി, ചലനശേഷി എന്നിവയെല്ലാം പതിയെ പതിയെ ബാധിക്കുന്ന രോഗമാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമായവരെയാണ് സാധാരണയായി ബാധിക്കുന്നതെങ്കിലും ചിലരിൽ ഈ രോഗം നേരത്തെ വരികയും അറിയപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. ഇനി പറയുന്ന രോഗലക്ഷണങ്ങളാണ് പാർക്കിൻസൺ രോഗം തിരിച്ചറിയാനായിട്ട് നമ്മളെ എപ്പോഴും സഹായിക്കുന്നത്. ഒന്ന്, വിറയലാണ്. പ്രായാധിക്യത്തിൻ്റെതാണെന്ന് കരുതി പലരും അവഗണിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വിറയൽ. കൈകൾ കപ്പ് ചായ പിടിക്കുമ്പോഴോ കൈകൾ മടിയിൽ വയ്ക്കുമ്പോഴോ ഒക്കെ ചെറിയ വിറയലാണ് തുടക്കത്തിൽ ഇവ വേദനയുണ്ടായില്ല, എന്നാൽ പിന്നീട് വിറയൽ രൂക്ഷമാവുകയും നമ്മുടെ ഡെയിലിയുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യും. അതുപോലെ പാർക്കിൻസൺസ് രോഗം ബാധിച്ചവരുടെ കൈയക്ഷരത്തിൽ മാറ്റങ്ങൾ. മുൻപ് എഴുതിയതിനേക്കാൾ ചെറിയ വലിപ്പത്തിലുള്ള അക്ഷരമായിരിക്കും ഇവർക്ക് എഴുതാൻ സാധിക്കും. പിന്നീട് വലിപ്പം കുറഞ്ഞു വരികയും കൈയക്ഷരം വായിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. ചലനശേഷി നിയന്ത്രിക്കാനുള്ള തലച്ചോറിൻ്റെ കഴിവില്ലായ്മയാണ് ഇതിനെ ബാധിക്കുന്നത്. ചലനത്തിലെ മന്ദത നിത്യജീവിതത്തിൽ ചെയ്യുന്ന പല ജോലികളുടെയും വേഗം കുറയ്ക്കുകയും പാർക്കിൻസൺസിൻ്റെ ലക്ഷണമാണ്. പല്ല് തേക്കുമ്പോഴും ഷർട്ടിൻ്റെ ബട്ടൺ ഇടുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഈ മന്ദത പ്രകടമാവുകയും ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. പേശികളുടെ പിരിമുറുക്കം, കൈകളിലെയും കാലുകളിലെയും പേശികളുടെ പിരിമുറുക്കം ഉണ്ടാകുന്നത്, കഴിവ് നഷ്ടപ്പെടുന്നത് പാർക്കിൻസൺസ് രോഗിയാണ്. സ്ട്രെച്ച് ചെയ്താലോ വ്യായാമം ചെയ്താലോ ഒന്നും ഈ വേദനകൾ ടൈറ്റ് ഒന്നും മാറി കിട്ടില്ല. നാളെയേറെ ചെല്ലുമ്പോൾ ഈ പിരിമുറുക്കം നടക്കാനും ചലിക്കാനുമുള്ള ശേഷിയാണ്. അതുപോലെ ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടമാകുന്നത് ഒന്ന് ഇതിൻ്റെ പ്രശ്നം. നേരെ നിൽക്കാനോ ഇരിക്കാനോ സാധിക്കുന്ന രോഗി താഴേക്ക് വളർന്നിരിക്കുന്നതായി നടക്കുമ്പോൾ ബാലൻസ് നഷ്ടമാവുകയും ചെയ്യും. രോഗിയുടെ സ്മെല്ല് ചെയ്യാനുള്ള ശേഷികളൊക്കെ പാർക്കിൻസൺ രോഗത്തിൻ്റെ ലക്ഷണങ്ങളിലൊന്ന്. ചലനത്തെ ബാധിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലക്ഷണം ശ്രദ്ധയിൽപ്പെടാം. കാപ്പിപ്പൊടിയോ പൂക്കളോ സ്പൈസസോ ഒന്നും മറക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. മുഖഭാവങ്ങളിലും വ്യത്യസ്തമായ നെഗറ്റീവായ വികാരങ്ങളില്ലെങ്കിൽ എപ്പോൾ രോഗി ഭയങ്കര ഗൗരവത്തിലിരിക്കുന്നത് ഇതിൻ്റെ സൂചനയാണ്. പാർക്കിൻസൺസ് രോഗത്തിന് ചികിത്സയൊന്നും ലഭ്യമല്ലെങ്കിലും ഇത് നേരത്തെ നിർണ്ണയിക്കുന്നത് ഈ സാഹചര്യത്തെ നേരിടാൻ സഹായിക്കും. ചില മരുന്നുകളും തെറാപ്പികളും ഭക്ഷണ രീതിയിലെ മാറ്റങ്ങളും ലക്ഷണങ്ങളുടെ രൂക്ഷതയെ രീതിയിലേക്ക് സഹായിക്കും. വൈകാരികമായും സാമ്പത്തികമായും ആഴ്ചയായി മുന്നൊരുക്കം നടക്കാൻ രോഗിയുടെ കുടുംബത്തിന് വഴി സാധിക്കും. ഇതിനാൽ ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ന്യൂറോ വിദഗ്ധനെ കാണാൻ വൈകില്ല.